ഇങ്ങനെ ഒരു ഡയാലിസിസ് സെന്ററിനെതിരെയുള്ള ഒരു രാഷ്ട്രീയമായ താല്പര്യത്തിന്റെ പേരിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു ഡയാലിസിസ് സെന്റർ അപ്പുറത്ത് നിർമ്മിക്കപ്പെട്ടതിന് ശേഷമാണ് CPM ഇത് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ ഒരു സത്യസന്ധതയും ഇതിന്റെ ഒരു താല്പര്യവും മനസ്സിലാകും. പക്ഷേ ആളുകളെ കൊലക്ക് കൊടുത്തെങ്കിലും തങ്ങൾക്ക് ഭരണം പിടിക്കുക എന്ന CPM-ന്റെ സ്ഥിരമായ ഒരു ദുഷിച്ച സ്വഭാവം ഇത് മനുഷ്യരുടെ ജീവൻ വെച്ച് കളിക്കുന്നു എന്നതുകൊണ്ട് വളവന്നൂരിലെ പൊതുജനങ്ങൾ ഈ വിഷയം മനസ്സിലാക്കും എന്ന് ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. ഇത് വളരെ മോശമാണ്. 24 ആളുകൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഡയാലിസിസ് സെന്റർ പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 24 രോഗികൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരു സെന്റർ പൂട്ടുക എന്ന് പറഞ്ഞാൽ പച്ചയായി 24 മനുഷ്യന്മാരെ കൊലക്ക് കൊടുക്കുക എന്നതാണ്. CPM അതിൽ സംതൃപ്തിയുണ്ട് എങ്കിൽ അതങ്ങനെ നടക്കട്ടെ എന്നതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. പാവങ്ങളായ നല്ല മനുഷ്യരുടെ സഹായത്തിന്റെ പുറകിലാണ് ഈ ഡയാലിസിസ് സെന്റർ പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. മാസത്തിൽ ലക്ഷങ്ങളുടെ ചെലവ് വരുന്ന ഈ സ്ഥാപനത്തെ തകർക്കാനുള്ള CPM-ന്റെ കൊണ്ടുപിടിച്ച ശ്രമത്തെ നല്ലവരായ മനുഷ്യർ തിരിച്ചറിയണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ വിഷയം പുറത്തേക്ക് വിടുമ്പോൾ, ഈ വീഡിയോ പുറത്തേക്ക് വിടുമ്പോൾ CPM-ന്റെ വളവന്നൂർ പഞ്ചായത്തിലെ CPM-ന്റെ പാർട്ടിയുടെ നേതൃത്വം തങ്ങൾക്ക് വേണ്ടി പ്രതിനിധീകരിക്കുന്ന ഇതിലെ HMC മെമ്പറോട് ഇതിന്റെ വസ്തുതകൾ അന്വേഷിക്കാതെ പുറത്തുവിട്ടു എന്നത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആസന്നമായ ഒരു സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയുള്ള ഒരു പ്രചാരണത്തിന്റെ പ്രവർത്തനമാണ് എന്നത് ഞങ്ങൾ ഇതിന് മുൻകൂട്ടി കാണുകയാണ്. ഡയാലിസിസ് സെന്ററിലെ പുറത്തേക്ക് പോകുന്ന വെള്ളം, ഉപയോഗശേഷം പുറത്തേക്ക് പോകുന്ന വെള്ളം ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി 40 ലക്ഷം രൂപയുടെ എഫ്ലവർ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റിന് വേണ്ടി ഞങ്ങൾ 40 ലക്ഷം രൂപ ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ആ 40 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കേണ്ടത് സംസ്ഥാന ശുചിത്വ മിഷനാണ്. ശുചിത്വ മിഷൻ കഴിഞ്ഞ മാർച്ചിന്റെ തിരക്കിനിടയിൽ ഇതുവരെ ഒരു DPR AIക്ക് കൈമാറാത്തതിന്റെ പേരാണ് ആ പദ്ധതി വഴിയിൽ കിടക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ മാസത്തോടു കൂടി അതിന്റെ DPR തരികയും ഈ 40 ലക്ഷം രൂപയുടെ ശുചിത്വ മിഷന്റെ പദ്ധതി കൂടി ഞങ്ങൾക്ക് നിലവിൽ നടപ്പിലാക്കാൻ സാധ്യമാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നങ്ങൾ മുഴുവനായി പരിഹരിക്കാൻ സാധ്യമാകുന്നതാണ്. ഞങ്ങൾ 2 തവണ ഇതിന്റെ വേസ്റ്റ് വലിച്ച് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ രീതിയിൽ ഇപ്പോഴും ഇത് മാറ്റാനുള്ള ഒരു സാഹചര്യം മുമ്പിലില്ലാത്തതിന്റെ ഒരു താമസം മാത്രമാണ് ഇതിലുള്ളത് എന്ന വസ്തുത വളവന്നൂരിലെ പൊതുജനങ്ങൾ, നല്ല മനുഷ്യർ, ഡയാലിസിസ് സെന്ററിനെ സഹായിക്കുന്ന ആളുകൾ, ഈ നാട്ടിലെ പാവങ്ങളായ നല്ല മനുഷ്യരുടെ സഹായത്തിന്റെ പുറകിലാണ് ഈ ഡയാലിസിസ് സെന്റർ പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. മാസത്തിൽ ലക്ഷങ്ങളുടെ ചെലവ് വരുന്ന ഈ സ്ഥാപനത്തെ തകർക്കാനുള്ള CPM-ന്റെ കൊണ്ടുപിടിച്ച ശ്രമത്തെ നല്ലവരായ മനുഷ്യർ തിരിച്ചറിയണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരു ദിവസം 24 ഡയാലിസിസ് രോഗികളാണ് കമ്മ്യൂണിറ്റി ഡയാലിസിസ് സെന്ററിൽ നിന്ന് സ്ഥിരമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാനുള്ളൊരു കാരണം നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നുമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ്. വളരെ സങ്കടകരമായ, വളരെ പരിതാപകരമായ ഒരു വീഡിയോയാണ് പുറത്തു വന്നിട്ടുള്ളത്. കമ്മ്യൂണിറ്റി ഡയാലിസിസ് സെന്ററിന്റെ പുറകിലുള്ള നമ്മുടെ വേസ്റ്റ് ഗട്ടറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത വസ്തുതയ്ക്ക് വിരുദ്ധമായി ആണ് ആ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പ്രശ്നം ഡയാലിസിസ് സെന്റർ വന്നതിന് ശേഷമുള്ള നമ്മളുടെ ഈ സ്ഥാപനത്തിന്റെ വേസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വളവന്നൂരിന്റെ CHC-യുടെ HMC മീറ്റിങ്ങുകൾ കൂടുകയും ആ HMC മീറ്റിങ്ങുകളിൽ സ്ഥിരമായി നമ്മൾ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ഈ പ്രോജക്റ്റുമായി ബ്ലോക്ക് പഞ്ചായത്ത് വെക്കുന്ന പ്രോജക്റ്റിന്റെ എമൗണ്ട് ഒക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ വീഡിയോ പുറത്തു വിട്ടിട്ടുള്ളത് വളവന്നൂരിലെ CPM ആണ്. CPM പാർട്ടി പുറത്തുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ പുറത്തു വന്നിട്ടുള്ളത്. ഞങ്ങളൊരു കാര്യം പറയാം. വളവന്നൂരിലെ CHC നിലനിൽക്കുന്നത് വളവന്നൂർ പഞ്ചായത്തിലെ 4-ാം വാർഡാണ്. 4-ാം വാർഡ് മെമ്പർ ഈ CHC-യിലെ HMC മെമ്പറാണ്. കൺസേൺഡ് വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹം HMC-യിലെ അംഗമാണ്. പക്ഷേ ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ ദിവസത്തിന്റെ ഇടയിൽ ഒരു HMC മീറ്റിംഗിൽ പോലും ആ മെമ്പർ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ വീഡിയോ പുറത്തു വിടുമ്പോൾ HMC മെമ്പർ എന്നുള്ള നിലയിൽ, വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ വീഡിയോയിൽ ഉണ്ട് താനും. അദ്ദേഹം പറയുന്നത്, അവരുടെ നേതൃത്വത്തിൽ പറയുന്നത് വളരെ ഗുരുതരമായ അപകടാവസ്ഥ ഉണ്ട് എന്നതാണ്. സാധാരണയായി ഇത്തരം മാലിന്യങ്ങൾ പുറത്തു വരിക എന്നത് അപകടകരമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയെ തരണം ചെയ്യാൻ ബ്ലോക്ക് പഞ്ചായത്ത് 2 ഘട്ടങ്ങളിലായി 2 പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വെച്ചു. പക്ഷേ ഈ CPM എന്ന് പറയുമ്പോൾ CPM ഭരിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിന്റെ നോംസ് പ്രകാരം ഒരു M³ മണ്ണ് വെട്ടി കുഴിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രൈസ് എന്ന് പറയുന്നത് 370 രൂപയാണ്. വളവന്നൂരിൽ CHC നിലനിൽക്കുന്ന പ്രദേശം ഏറ്റവും കടുത്ത ബലമുള്ള പാറയുള്ള പ്രദേശമാണ്. പക്ഷേ കോൺട്രാക്ടർമാർ നമ്മൾ പ്രോജക്റ്റ് വെക്കുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ട് 5 ലക്ഷം രൂപയാണ് നമ്മൾ ഫണ്ട് വെച്ചിട്ടുള്ളത്. ആ 5 ലക്ഷം രൂപ വെക്കുമ്പോഴും
ഈ ഒരു എം ക്യൂബിന് AE എന്നുള്ള നിലയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇതിന് റേറ്റ് നിശ്ചയിക്കുമ്പോൾ 370 രൂപ പ്രകാരം റേറ്റ് നിശ്ചയിക്കുമ്പോൾ അവർക്കത് ആ രീതിയിൽ കോൺട്രാക്ടർമാർക്ക് വർക്ക് ചെയ്ത് പൂർത്തീകരിക്കാനുള്ള പ്രയാസമുണ്ട്. സാധിക്കൂല, അത് നഷ്ടത്തിൽ വരുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിനെ മറികടക്കാൻ യാതൊരു വഴിയും നമ്മുടെ മുമ്പിൽ ഇല്ലാതെയായപ്പോൾ 2 പ്രാവശ്യം നമ്മൾ പ്രോജക്റ്റ് വെച്ചത് നമ്മൾ ആ പ്രോജക്റ്റിനെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. പക്ഷേ അവസാനം ഒരു ഗതികെട്ട നിലയിൽ നമ്മൾ ചെയ്തത് കോൺട്രാക്ടർമാരെ നേരത്തെ കാണുകയും നമ്മൾ വെക്കുന്ന പ്രോജക്റ്റ് നിങ്ങൾ നിർബന്ധമായി ഏറ്റെടുക്കണമെന്നും അതിൽ നിങ്ങൾക്ക് നഷ്ടം വരുന്ന തുക ഞങ്ങൾ പബ്ലിക്സിന്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചു തരാമെന്ന വാഗ്ദാനത്തിന്റെ പേരിലാണ് 5 ലക്ഷം രൂപയുടെ പദ്ധതി കോൺട്രാക്ടർ ഏറ്റെടുക്കുകയും പണി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ ബാലൻസ് നിൽക്കുന്നത് നിലവിലുണ്ടായിരുന്ന ഗട്ടറിലേക്ക് വരുന്ന വേസ്റ്റിന്റെ പൈപ്പിനെ പുതിയ ഗട്ടറിലേക്ക് നമ്മൾ മാറ്റി സ്ഥാപിക്കുക എന്നതാണ്. അത് മാറ്റി സ്ഥാപിക്കാൻ നിലവിലെ ഗട്ടർ ഓവർഫ്ലോ ആയതിനാൽ അതിലുള്ള വേസ്റ്റ് പുറത്തേക്ക് എടുക്കാൻ നിലവിൽ നമുക്ക് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് 2 പ്രാവശ്യം നമ്മൾ എടുത്തുപോയി. ആ ടീം മൂന്നാമത് എടുക്കാൻ നിലവിൽ വരാത്തതിന്റെ പേരിലുള്ള കാലതാമസം മാത്രമാണ് പുതിയ ഗട്ടറിനെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു സമയപരിധി എന്ന് പറയുന്നത്.